ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ്. ഈ സ്പോഞ്ച് കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ആ അരിപ്പൊടി 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. സാധാരണ സ്പൂണിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ബൗളെടുക്കുക. അതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുക. 4 എണ്ണം ഇല്ലെങ്കിൽ 3 എണ്ണം മതിയാവും കേട്ടോ. 4 എണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ല ക്രീം പരുവത്തിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അധികം ടൈമിൻ്റെ ആവശ്യമില്ല. 5 മിനിറ്റ് തന്നെ നമുക്കിത് അധികമാണ്. ഇപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ക്രീമി പരുവത്തിൽ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരു പാകത്തിന് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ ഇതിലേക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് പൈനാപ്പിൾ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ പഞ്ചസാര 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമതും ചേർത്ത് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറേശ്ശെയായിട്ട് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നെടുക്കുക. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചുകൂടെ ഓയിലെടുത്ത് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബേക്ക് ടിൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ പാൻ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഗ്യാസ് സിമ്മിലിട്ട ശേഷം നമുക്ക് 45 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഗ്യാസിൽ ബേക്ക് ചെയ്തേക്കുന്ന കേക്കുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്ക് നമുക്ക് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്.
നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. ഈ കേക്കിൻ്റെ ടേസ്റ്റ് നല്ലൊരു കിഡിലൻ ടേസ്റ്റാണ്. നമ്മളിത് കഴിച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.